ജനം ടി വി ഇത് നേരത്തെ പറഞ്ഞതാണ്. സന്നിധാനത്ത് ഭക്തജനങ്ങളുടെ എണ്ണം കൂടും. അസൗകര്യങ്ങൾ ഒരുക്കേണ്ടത് സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും ചുമതലയാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞതാണ്, ചൂണ്ടിക്കാട്ടിയതാണ്. പക്ഷേ ഒരു നടപടിയും എടുത്തില്ല. സൗകര്യങ്ങളില്ലാത്ത ശബരിമലയിലേക്ക് വരുന്ന ഭക്തർ എന്തൊക്കെയാണ് പ്രതികരിച്ചതെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഇനി ഞങ്ങൾ ശബരിമലയിലേക്കില്ല എന്ന് പറഞ്ഞത് ഒരാളല്ല, രണ്ടുപേരല്ല, എത്രയോ പേർ. അങ്ങനെ ഹൈക്കോടതി 5000 പേരെ സ്പോട്ട് ബുക്കിങ്ങിലൂടെ കടത്തിവിട്ടാൽ മതി തിങ്കളാഴ്ച വരെ എന്ന തീരുമാനത്തിലെത്തി. എന്നിട്ടും തിരക്കൊട്ടും കുറവില്ല. ഇപ്പോൾ നിലയ്ക്കലിൽ വലിയ പ്രതിസന്ധിയാണ്. അതും ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. കാരണം ഈ 5000 പേരിൽ ഞാൻ ഉൾപ്പെടുമോ എന്നറിയാതെ എത്തിച്ചേരുന്ന എത്രയോ പേരുണ്ട്. അപ്പോൾ അവർക്ക് നഷ്ടമാകുന്നത് 1 ദിവസമോ 2 ദിവസമോ ആയിരിക്കും. അങ്ങനെ ഭക്തജന പ്രവാഹമാണ് സന്നിധാനത്ത്. ഇപ്പോഴത്തെ സ്ഥിതി എന്ത് എന്ന് നോക്കാം. മിഥുൻ മുരളി ഒപ്പം ചേരും. മിഥുൻ, ഇപ്പോഴും സന്നിധാനത്ത് വലിയ തിരക്കാണെന്ന് മിഥുനെ കാണിക്കുന്ന ഫ്രെയിമിൽ തന്നെ വ്യക്തമാണ്. അവിടെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഭക്തജനപ്രവാഹമോ? കൃഷ്ണരാജ്, സ്വാമി ശരണം. തിരക്കിനെ കുറവില്ല, നല്ല തിരക്കാണ് സന്നിധാനത്ത്. ഈ തിരക്ക് നിയന്ത്രണ വിധേയമാണ് എന്നുള്ള മാറ്റമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നുള്ള വ്യത്യാസം. എല്ലാ മണിക്കൂറിലും വൻ ഭക്തജന തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. വിവിധ ഭാഗങ്ങളിൽ ഭക്തജനങ്ങളെ തടഞ്ഞുകൊണ്ടാണ് ഈ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നത്. നിലയ്ക്കൽ മുതൽ ഭക്തജനങ്ങളെ കാത്തു നിൽക്കേണ്ട സാഹചര്യമുണ്ട്. പിന്നീട് പമ്പയിലെത്തി സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാകുന്നത് അതിനനുസരിച്ചാണ് പമ്പയിൽ നിന്നും ഭക്തജനങ്ങളെ മല കയറ്റിവിടുന്നത്. പുലർച്ചെ മല കയറി തുടങ്ങിയ ഭക്തജനങ്ങളാണ് ഇപ്പോൾ സന്നിധാനത്തേക്ക് എത്തുന്നത്. പമ്പ മുതൽ സന്നിധാനം വരെ ഏകദേശം 5-6 മണിക്കൂർ വരെ ഭക്തജനങ്ങൾക്ക് കാത്തു നിൽക്കേണ്ടി വരുന്നുണ്ട്. ഇതിനിടയിൽ ശരംകുത്തി, മരക്കൂട്ടം അടക്കമുള്ള ചില ഭാഗങ്ങളിലാണ് ഭക്തജനങ്ങളെ തടയുന്നത്. ബാരിക്കേഡിനുള്ളിൽ ഭക്തജനങ്ങൾക്ക് കാത്തു നിൽക്കേണ്ട സാഹചര്യവും ഉള്ളത്. നിലവിൽ സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നതിന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് 3 മാർഗങ്ങൾ. അതിൽ ഒന്ന്, വിവിധയിടങ്ങളിൽ ഭക്തജനങ്ങളെ തടഞ്ഞുകൊണ്ട് സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുക. ഇത് നിലയ്ക്കൽ മുതൽ തുടങ്ങുന്നതാണ്. പിന്നീട് പമ്പയിൽ മല കയറിയെത്തുമ്പോൾ മരക്കൂട്ടം, ശരംകുത്തി അടക്കമുള്ള ഭാഗങ്ങളിൽ ബാരിക്കേഡിനുള്ളിൽ ഭക്തജനങ്ങൾക്ക് കൂടുതൽ സമയം കാത്തു നിൽക്കേണ്ടി വരും. നടപ്പന്തലിൽ എത്തുന്ന ഭക്തജനങ്ങൾ 18-ാം പടി കയറി ഫ്ലൈ ഓവറിൽ തിരക്ക് കുറയുന്ന സാഹചര്യത്തിൽ അവരെ 18-ാം പടി കയറ്റിവിടുകയും ചെയ്യുന്നു. 18-ാം പടി കയറ്റുന്ന ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ വർധനവുണ്ടാക്കുക എന്നുള്ളതാണ് സന്നിധാനത്തെ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി കഴിഞ്ഞ 2 ദിവസമായി പോലീസ് അവലംബിക്കുന്ന മറ്റൊരു മാർഗം. പക്ഷേ ഈ കാര്യത്തിൽ കാര്യമായിട്ടുള്ള ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇന്നും രാവിലെ 50-നും 60-നും ഇടയ്ക്ക് ഭക്തജനങ്ങളെ മാത്രമാണ് 18-ാം പടി മിനിറ്റിൽ കയറ്റിവിടാൻ സാധിക്കുന്നത്. ഭയാനകമായ സാഹചര്യമുണ്ടായ ആ ദിവസം 40-നും 50-നും ഇടയിൽ ഭക്തജനങ്ങളെ മാത്രമായിരുന്നു 18-ാം പടി കയറ്റിവിടാൻ സാധിച്ചതെങ്കിൽ അതിൽ വലിയ കാര്യമായ പുരോഗതിയൊന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല. മിനിറ്റിൽ 80 മുതൽ 90 ഭക്തജനങ്ങളെ മാത്രം 18-ാം പടി കയറ്റിവിട്ടാൽ സാധിച്ചാൽ മാത്രമേ ഉള്ളൂ സന്നിധാനത്തെ തിരക്കും നടപ്പന്തലിലെ തിരക്കും നിയന്ത്രണ വിധേയമായി നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. അതിന് പരിചയസമ്പന്നരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ 18-ാം പടിയിൽ നിയോഗിക്കണം. പരിചയസമ്പന്നരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടെങ്കിൽ മാത്രമേ ഈ 80-നും 90-നും ഇടയിൽ ഭക്തജനങ്ങളെ മിനിറ്റിൽ 18-ാം പടി കയറ്റിവിടാൻ സാധിക്കുകയുള്ളൂ. ആ രീതിയിൽ തിരക്ക് നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുകയുമുള്ളൂ. ഇപ്പോൾ നിലവിൽ 50-നും 60-നും ഇടയിൽ ഭക്തജനങ്ങളെ മാത്രമാണ് 18-ാം പടി കയറ്റിവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലത്തെ കണക്ക് ഇപ്രകാരമാണ്. മറ്റൊന്ന്, ദർശനം പൂർത്തിയാക്കി സന്നിധാനത്ത് വിവിധ ഭാഗങ്ങളിൽ തങ്ങുന്ന ഭക്തജനങ്ങളെ എത്രയും വേഗം തിരിച്ച് മലയിറക്കുക എന്നുള്ളതാണ് സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കാൻ പോലീസ് കഴിഞ്ഞ ദിവസങ്ങളിലായി അവലംബിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാർഗം. പല സമയങ്ങളിലും ഈ അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട്, ദർശനം പൂർത്തിയാക്കിയ ഭക്തജനങ്ങൾ സന്നിധാനത്ത് തങ്ങാതെ എത്രയും വേഗം മല ഇറങ്ങണം എന്നുള്ള കാര്യം. ഇങ്ങനെ 3 രീതികൾ അവലംബിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായി സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നതിനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നത്. NDRF സംഘം, 70 അംഗ സംഘം തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടി സന്നിധാനത്ത് വിവിധ ഭാഗങ്ങളിൽ ഉണ്ട്. തിരക്ക് കൂടുന്ന സാഹചര്യങ്ങളിൽ ഇവരുടെ ഇടപെടൽ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഫ്ലൈ ഓവറും നടപ്പന്തലുമെല്ലാം ഭക്തജനങ്ങളാൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന കാഴ്ച ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഫ്ലൈ ഓവർ 18-ാം പടിക്ക് സമീപത്ത് നിന്ന് തുടങ്ങുന്ന ആ ഭാഗം മുതൽ സോപാനത്തിന് സമീപം വരെയുള്ള മുഴുവൻ ഭാഗത്തും ഭക്തജനങ്ങളാൽ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. താഴെ നടപ്പന്തലിലും ഇത് തന്നെയാണ് അവസ്ഥ. നടപ്പന്തലിൽ ഏകദേശം 3 മണിക്കൂറിനടുത്ത് വരെയൊക്കെ ഭക്തജനങ്ങൾക്ക് കാത്തു നിൽക്കേണ്ട സാഹചര്യമുണ്ട്. ഇനിയുള്ള ചോദ്യം, അടിസ്ഥാന സൗകര്യ അപര്യാപ്തതകൾക്ക് പരിഹാരമായോ എന്നുള്ളതാണ്. നിലവിൽ പരാതികൾ വ്യാപകമായി ഉയർന്ന സാഹചര്യത്തിൽ നടപ്പന്തലിൽ വെള്ളം ക്രമീകരിക്കുന്നതിനും ബിസ്ക്കറ്റ് വിതരണത്തിനുമുള്ള സൗകര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് വ്യാപകമായ പരാതി ഉയർന്നതുകൊണ്ട് മാത്രമാണ്. അപ്പോഴും പ്രശ്നം ഈ കുടിവെള്ളവും മറ്റും നടപ്പന്തലിൽ ഈ വരിക്ക് ഉള്ളിൽ നിൽക്കുന്ന ഭക്തജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. ഈ കുടിവെള്ളം വിതരണത്തിന് വേണ്ടി കുറച്ച് ആളുകളെ മാത്രമാണ് നിയോഗിച്ചിട്ടുള്ളത്. അവർ ഈ കുടിവെള്ളവുമായി വരിക്കുള്ളിൽ നിൽക്കുന്ന ഭക്തജനങ്ങൾക്കിടയിലേക്ക് എത്തുന്നില്ല. അവർക്ക് ഇപ്പോഴും
കുടിവെള്ളം എവിടെയാണ് ലഭിക്കുന്നത് എന്ന് അന്വേഷിക്കേണ്ട ഒരു സാഹചര്യം നടപ്പന്തലിലുണ്ട്. പക്ഷേ നടപ്പന്തലിന്റെ മുൻഭാഗത്ത് ശരംകുത്തി മരംകൂട്ടം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ഇതൊന്നും കാര്യക്ഷമമായി പ്രാവർത്തികമായിട്ടില്ല എന്നുള്ള കാര്യവുമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങൾക്ക് സമാനമായി തന്നെ കുടിവെള്ളവും മറ്റ് ബിസ്ക്കറ്റ് വിതരണം അടക്കമുള്ള കാര്യങ്ങൾ ഈ മല കയറി എത്തുന്ന വിവിധ ഭാഗങ്ങളിൽ തടയുന്ന ഭക്തജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല. മറ്റൊന്ന് പ്രാഥമിക സൗകര്യങ്ങളാണ്. ശുചിമുറി വൃത്തിയാക്കൽ അടക്കമുള്ള കാര്യങ്ങൾ കാര്യക്ഷമമായി നടപ്പാക്കും എന്ന് അറിയിച്ചിരുന്നു. പക്ഷേ ഈ കാര്യത്തിലും കാര്യക്ഷമമായിട്ടുള്ള ഒരു പ്രവർത്തനം ഉണ്ടായിട്ടില്ല. ഇപ്പോഴും മല കയറി എത്തുന്ന ഭക്തജനങ്ങളും സന്നിധാനത്ത് വിവിധ ഭാഗങ്ങളിലുള്ള ഭക്തജനങ്ങളും പ്രാഥമിക കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി മിഥുൻ, ഏതായാലും ഭക്തരുടെ മുഖത്ത് ഒരല്പം ചിരി കാണുന്നുണ്ട്, കടന്നു പോകുന്നവരുടെ ഒക്കെയും. അതായത് നിയന്ത്രണ വിധേയമാണ് എന്നർത്ഥം. പക്ഷേ നിലയ്ക്കലിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് അന്വേഷിച്ചുവോ? കൃഷ്ണരാജ്, നിലവിൽ നിലയ്ക്കൽ മുതൽ ഭക്തജനങ്ങളെ തടഞ്ഞുകൊണ്ടാണ് ഈ സന്നിധാനത്ത് നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നത്. തിരക്ക് പോലീസിന്റെ നിയന്ത്രണത്തിൽ ഈ സന്നിധാനത്ത് തിരക്ക് ഉണ്ടാവണം, മുഴുവൻ സമയം ഉണ്ടാകണം. നേരത്തെ കഴിഞ്ഞ ദിവസം സംഭവിച്ചതുപോലെ ഭയാനകമായ ഒരു സാഹചര്യത്തിലേക്ക്, പോലീസിന്റെ കൈവിട്ട് ഈ തിരക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇനി പോകരുത് എന്നുള്ള ഒരു നിർബന്ധം പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ നിലയ്ക്കലിൽ പരമാവധി ഭക്തജനങ്ങളെ തടഞ്ഞുകൊണ്ടാണ്. അത് സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാണ് എന്ന അറിയിപ്പ് നിലയ്ക്കലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്ന മുറയ്ക്ക് മാത്രമാണ് നിലയ്ക്കലിൽ നിന്നും ഭക്തജനങ്ങളെ മുന്നോട്ട് നീക്കുന്നത്, പമ്പയിലേക്ക് അയക്കുന്നത്, പമ്പയിൽ നിന്നും മല കയറ്റുകയും ചെയ്യുന്നത്. നിലയ്ക്കലിൽ ഭക്തജനങ്ങളെ ഇപ്പോൾ തടയുന്നുണ്ട്. ഇനി സന്നിധാനത്തെ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഈ തരത്തിൽ നിലയ്ക്കലിലും മറ്റും ഭക്തജനങ്ങളെ തടയുമ്പോഴുള്ള മറ്റൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ശരണപാതകളിൽ വലിയ തിരക്ക് അനുഭവപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. നിലയ്ക്കൽ ഉൾപ്പെടെയുള്ള മറ്റു ഇടത്താവളങ്ങളിൽ, പ്രധാനപ്പെട്ട ഇടത്താവളങ്ങൾ, അത് എരുമേലി, പന്തളം, പത്തനംതിട്ടയിലെ വിവിധ ഇടത്താവളങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം ഭക്തജനങ്ങളുടെ വലിയ തിരക്ക് അനുഭവപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. തിരക്ക് അനുഭവപ്പെടുന്നു എന്ന് മാത്രമല്ല, അവിടെ ഭക്തജനങ്ങൾക്ക് കൂടുതൽ സമയം കാത്തു നിൽക്കേണ്ട സാഹചര്യം, അടിസ്ഥാന സൗകര്യ അപര്യാപ്തതകളടക്കം പല ഇടത്താവളങ്ങളിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കുടിവെള്ളമടക്കം പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള ശുചിമുറികളടക്കമുള്ള സൗകര്യങ്ങൾ പല ഇടത്താവളങ്ങളിലും സജ്ജീകരിച്ചിട്ടില്ല എന്നുള്ള ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ ഭക്തജനങ്ങൾക്ക് കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരുന്നത് വലിയ പ്രശ്നങ്ങൾക്ക് ഇടയാക്കും. വലിയ പരാതികൾ ഇനി ഉയരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുമോ എന്നുള്ള ഒരു ആശങ്കയാണ് ഇപ്പോൾ നിലനിൽക്കുകയും ചെയ്യുന്നത്. എന്തായാലും നിലയ്ക്കലിൽ ഭക്തജനങ്ങളെ തടയുന്നു. 5000 പേർക്ക് മാത്രമാണ് തിങ്കളാഴ്ച വരെ ഈ സ്പോട്ട് ബുക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. 5000-ത്തിലധികം വരുന്ന ഭക്തജനങ്ങൾക്ക് നിലയ്ക്കലിൽ കാത്തു നിൽക്കേണ്ടി വരും. കൂടുതൽ സമയം ചിലപ്പോൾ കാത്തു നിൽക്കേണ്ടി വരും. വണ്ടിപ്പെരിയാറും നിലയ്ക്കലും മാത്രമാണ് ഇപ്പോൾ സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങളുള്ളത്. നേരത്തെ എരുമേലി, പമ്പ, ചെങ്ങന്നൂർ എന്നിങ്ങനെ 3 സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങൾ കൂടി ഉണ്ടായിരുന്നു. ഈ സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങളെല്ലാം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. 5000 എന്നുള്ള ഒരു പരമാവധി സംഖ്യ കടന്നു കഴിഞ്ഞെത്തുന്ന ഭക്തജനങ്ങൾക്ക് ഒരുപക്ഷെ നിലയ്ക്കലും മറ്റ് ഇടത്താവളങ്ങളിലുമെല്ലാം കൂടുതൽ സമയം ചിലവഴിക്കേണ്ട സാഹചര്യം വരുന്നു എന്നുള്ളതാണ് ഇതുകൊണ്ടുണ്ടാകുന്ന മറ്റൊരു ആശങ്ക. മറ്റ് ശരണപാതകളിലും വാഹനങ്ങളുടെ അടക്കം വലിയ ബാഹുല്യവും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുകയും ചെയ്യുന്നു. അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങൾ ഇടത്താവളങ്ങളിൽ ഉണ്ട് എന്നുള്ളതും ഒരു പ്രശ്നമായി തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ ഇത്തരത്തിലായിരിക്കും ക്രമീകരണങ്ങൾ മുന്നോട്ട് പോകാൻ. ഏത് വിധേനയും സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിനും പോലീസിനും ഉള്ളത്. ഹൈക്കോടതി ഇടപെടലിൽ തന്നെ പരമാവധി നിയന്ത്രണങ്ങൾ സന്നിധാനത്ത് ഏർപ്പെടുത്തിക്കൊണ്ട് സന്നിധാനത്തെ തിരക്ക് ഒരു ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യത്തിൽ, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതുപോലെയുള്ളൊരു സാഹചര്യത്തിലേക്ക് പോകാതെ മറ്റിടങ്ങളിൽ നിലയ്ക്കലും എരുമേലിയും പമ്പയും അടക്കമുള്ള മറ്റ് ഇടത്താവളങ്ങളിൽ ഭക്തരെ തടയുക, സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാകുന്ന സാഹചര്യത്തിനനുസരിച്ച് അവരെ സന്നിധാനത്തേക്ക് പറഞ്ഞയക്കുക. ഈ ഒരു രീതിയാണ് ഇപ്പോൾ നിലവിൽ അവലംബിച്ചിരിക്കുന്നത്. എന്തായാലും തിരക്ക് സന്നിധാനത്ത് നിയന്ത്രണ വിധേയമാണ്. അതിൻ്റെ ഒരു ആശ്വാസമാണ് നേരത്തെ കൃഷ്ണരാജ് ചൂണ്ടിക്കാണിച്ചതുപോലെ ചില ഭക്തരുടെയൊക്കെ മുഖത്തുള്ളത്. കൂടുതൽ സമയം, ഒരു 4 മണിക്കൂറിന് മുകളിലേക്കൊക്കെ ഭക്തജനങ്ങൾക്ക് കാത്തു നിൽക്കേണ്ട സാഹചര്യം വന്നാൽ അത് വലിയ അലോസരമുണ്ടാക്കും. നിലവിൽ ഒരു 3 മണി 3:30 സമയത്തൊക്കെ പമ്പയിൽ നിന്നും മല കയറിയ ഭക്തജനങ്ങളാണ് ഇപ്പോൾ ഈ സോപാനത്തിന് സമീപത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു 4 മണിക്കൂർ സമയമൊക്കെ കാത്തു നിൽക്കേണ്ട സാഹചര്യം ആണ് ഉള്ളത്. പമ്പയിൽ നിന്നും സന്നിധാനം വരെ എത്തുന്ന ഈ സമയത്തിനുള്ളിൽ 4 മണിക്കൂർ ക്യൂവൊക്കെയാണ് മിക്കയിടത്തും ആകെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ആശ്വാസമാണ് ഭക്തജനങ്ങളുടെ മുഖത്ത് കണ്ടത്. കൃഷ്ണരാജ്. യെസ്, ഏതായാലും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഭക്തജനങ്ങളുടെ മുഖത്ത് ഒരല്പം ചിരിയുണ്ട്. അത് വലിയ സന്തോഷം തരുന്ന കാര്യമാണ്. ആ ചിരിക്ക് പിന്നിൽ ഞങ്ങൾക്കും അഭിമാനമുണ്ട്. കാരണം ഓരോ ഭക്തരുടെയും ആവലാതികൾ, അടിസ്ഥാന സൗകര്യമില്ലെന്ന പരാതികൾ ഒക്കെയും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചു. അതൊക്കെ എത്തേണ്ട ഇടങ്ങളിൽ എത്തി എന്നതിൻ്റെ തെളിവായി ഇത് മാറുന്നുണ്ട്. ഏതായാലും നിലയ്ക്കലിൽ നിയന്ത്രണാതീതമായിരിക്കും കാര്യങ്ങൾ. കാരണം എത്തുന്ന ഭക്തരെയൊക്കെ അവിടെ ക്രമീകരിച്ച് പമ്പയിലേക്ക് അയക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. 5000 പേരാക്കി സ്പോട്ട് ബുക്കിംഗ് മാറ്റിയിട്ടുണ്ട്. 2 കേന്ദ്രങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കുന്നത്. ഏതായാലും സന്തോഷത്തിൻ്റെ ഒരു നിമിഷം തന്നെയാണ് അവിടെ കണ്ടത്. പക്ഷേ നിലയ്ക്കലിൽ എന്താണ് അവസ്ഥയെന്ന് നമുക്ക് വരും മണിക്കൂറുകളിൽ നോക്കേണ്ടി വരും. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ മുരളി.